നിന്റെ അച്ഛനും അമ്മാവനും ആയതുകൊണ്ട് പറയല്ല. ഇതുപോലെ 2 ഐറ്റം ഈ ഭൂമി മലയാളത്തിൽ വേറെ കാണില്ല. എവിടെ ചെന്നാലും അടിപിടി തെറിവിളി. കഷ്ടം. ഞാനെന്ത് ചെയ്യാനാടാ? എത്ര പറഞ്ഞാലും മനസ്സിലാക്കാം. മാധവേട്ട ആള് പാവായിരുന്നു അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ മുരുക, ഇവരെ കുടി നിർത്തിയ ഞാൻ തലമുട്ടയടിച്ച് ശൂലം കുത്തായിരുന്നു. അപ്പൊ നീ ഒരിക്കലും കേട്ടാ. മോനെ പ്രവി, നീ പിണങ്ങണ്ട. നിന്നെ ഒരു കുറ്റവാളിയായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ അമ്മാവനൊരു തീരുമാനമെടുത്തു. നിന്റെ കല്യാണം കഴിയുന്നത് വരെ ഒരു തുള്ളി മദ്യം ഞാനും നിന്റെ അമ്മാവനും കഴിക്കത്തില്ല. നിന്റെ അമ്മാവനാണ് സത്യം. കുടുംബത്തിന് വേണ്ടി എന്റെ ജീവിതം തൊളിച്ച് പെണ്ണ് കെട്ടിയില്ല. ഇനി നിനക്കൊക്കെ വേണ്ടി മദ്യപിക്കാതിരിക്കുക. പോവാ. എന്റെ തലയിലടിച്ച് സത്യം എന്റെ മോന. എനിക്ക് പറയാൻ ചോദിക്കാൻ ആരും ഇല്ലല്ലോ. എന്റെ തല പൊട്ടിത്തെറിച്ചാലും ആർക്കും ചോദിക്കാനും ഇല്ല. അനാഥ. ഞാൻ പോണു. ഇവിടെ ആരും എനിക്ക് വേണ്ട. എന്നെ വേണ്ട ആർക്കും. ഞാൻ പോണു. എന്ത് ഗോപാലന്? ഇതൊരു വല്ലാത്ത ചെയ്ത്തായി പോയിട്ടാളിയാ. ഭഗവാനാണ് സത്യം. സ്വന്തം മരുമകനായി പോയി. അല്ലെങ്കിൽ അവനെ മുട്ടുകാലിയും കയറ്റിയാനോ? തന്റെ പെങ്ങളെ ഒരേ ഒരു മോനാണ്, അത് മറക്കണ്ട. കർക്കിടക മാസത്തിൽ പിള്ളേരെ ഉണ്ടാക്കി വിട്ടിരിക്കുന്നു. അളിയ, ഇത് മെനക്കെട്ട പണിയാണ്. അവസാനം ചാവാ നേരത്ത് ഒരു തുള്ളി കള്ളും തൊണ്ടൽ ഇറങ്ങാതെ ചാവേണ്ടി വരും. ഇറങ്ങണ്ട. എനിക്ക് വേണ്ടി അങ്ങനെ ആരും ബുദ്ധിമുട്ടണമെന്നില്ല. എന്റെ കൊച്ചിന്റെ കാര്യമല്ലേ, അത് ഞാൻ നടത്തും. അളിയ, സങ്കടപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. അളിയൻ പറയും പോലെ അല്ല. ഇപ്പോഴത്തെ പയ്യന്മാരെ പോലെ അവന് ഫേസ്ബുക്ക് ഉണ്ടാ, വാട്സപ്പ് ഉണ്ടാ. ഇതൊക്കെ കാശ് കൊടുത്ത കിട്ടൂലേ? കിട്ടിയെന്ന് വെച്ചോ. പുന്നാര മോളെ നാളെ വന്ന് നമ്മളെ ഇറക്കി വിട്ട എവിടെ പോവും? നമ്മളെ വഴിയാതാരായി. ഒരു പെണ്ണ് വന്ന് കയറി ആ പെണ്ണിന്റെ ഭാവിയും കൂടെ ഇല്ലാതാക്കണോ? അതിനെ കൂട്ടിയിക്കണോ? പറ, കൂട്ടിയിക്കണോ? പറ. കോവല, കോവല, ഞങ്ങൾക്കാരുമില്ല. ഒരമ്മാവനെന്ന നിലയ്ക്ക് എന്റെ കൊച്ചിന്റെ കാര്യം നീ മുമ്പിൽ നിന്ന് നടത്തി തരൂലേ? നടത്താം. അതിനൊരു കടുകടുത്ത പ്രയോഗമുണ്ട്. നടക്കുമെന്ന് അറിഞ്ഞൂടാ. നടത്താം. അതെന്തളിയാ കടുത്ത കൈ പ്രയോഗം? അതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഞാനില്ലേ കൂടെ? നിന്റെ കൊച്ചാണ്, അതോ അറിവ് വേണം? മുഖം അളിയ എന്റെ അല്ലേ.